VS സുനിൽകുമാർ സംസാരിക്കുന്നു. അതിലേക്ക് അപ്പോൾ വിവരാവകാശം വെച്ച് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളുന്നില്ല. സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട്. ഇപ്പോൾ DGPക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ റിപ്പോർട്ടിൽ DGPക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള തരത്തിലുള്ള, അതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്തിയ ഒരു അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു. അല്ല, DGPക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ്. DGPക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്ത് അത് വരട്ടെ, ഔദ്യോഗികമായിട്ട് വരട്ടെ. സ്വാഭാവികമായിട്ടും DGPക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ റിപ്പോർട്ട് സംബന്ധിച്ച് അതൃപ്തി ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് സർക്കാർ പറഞ്ഞാൽ മതി. സർക്കാർ പുറത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും അത് അതൃപ്തി ഉള്ളത് കൊണ്ടാണോ ഇല്ല എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മീഡിയകൾ പറയുന്നതാണ് അതൃപ്തി ഉണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ഊഹം മാത്രമാണ്. ഇതിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനിയിപ്പോൾ ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ചേ പറ്റൂ. അടുത്ത പൂരം വരും മുമ്പ് ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം. അടുത്ത കൊല്ലത്തെ പൂരത്തിന് തർക്കം ഉണ്ടാവാൻ പാടില്ല. അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം. അപ്പോൾ ഇത് പൂരം എന്ന് പറയുന്ന വളരെ വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞേ പറ്റൂ. ഇപ്പോഴും ADGP അജിത് കുമാറിന് ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടോ? അല്ല, അതാ റിപ്പോർട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഞാൻ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ അതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. റിപ്പോർട്ട് പുറത്തു വരാത്ത കാരണമാണോ താങ്കളുടെ സംശയങ്ങൾ? അല്ല, എനിക്ക് എൻ്റെ സംശയങ്ങൾ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും.